ദേവൻ്റെ പൂജ എങ്ങനെയാണെന്നും എന്തെല്ലാം രീതിയിലാണ് കുബേരദേവനെ പ്രാർത്ഥിച്ചാൽ ഗുണങ്ങൾ ലഭിക്കുക എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വ്യാഴാഴ്ചയിലെ പൂരം നക്ഷത്ര ദിവസമാണ് കുബേരദേവൻ്റെ ജനനം. ഏലക്ക, ഗ്രാമ്പൂ, സുഗന്ധദ്രവ്യങ്ങൾ, പാൽ, ശർക്കര, പഞ്ചസാര തുടങ്ങിയ മധുരപലഹാരങ്ങളും കുബേരദേവൻ്റെ പൂജയ്ക്കെടുക്കാവുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അഷ്ടശക്തികളിൽ 2 പേരാണ് സംഖ്യലക്ഷ്മിയും പത്മനിധിയും. സമ്പത്തിൻ്റെ അധിപരാണവർ. തൻ്റെ സമ്പത്തെല്ലാം അവരെയാണ് കുബേരദേവൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുബേരദേവനെ പ്രാർത്ഥിക്കുമ്പോൾ അവരെയും പ്രാർത്ഥിക്കേണ്ടതാണ്. കുബേരദേവൻ്റെ വടക്ക് ദിക്കിൻ്റെ അധിപനാണ് കുബേരദേവൻ. അളകാപുരി എന്ന കൊട്ടാര മണ്ഡപത്തിൽ താമരപ്പൂ പതിച്ച മെത്തയിൽ മത്സ്യാസനത്തിനായിട്ടാണ് കുബേരദേവൻ ഇരിക്കുന്നത്. ചിത്രരേഖയാണ് കുബേരദേവൻ്റെ പത്നി. ചിത്രരേഖയെ പൗർണമി ദിവസം നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ സർവ്വവിധ അല്ലലുകൾ മാറുകയും ജീവിതം വളരെ ധന്യമായി തീരുകയും ചെയ്യുന്നതാണ്.